NIT കാലിക്കറ്റ് കേരള പോലീസിന്റെ സൈബർ ഡോമുമായി സഹകരിക്കുന്നു. സൈബർ ഭീഷണികളെ ചെറുക്കുന്നതിനും സൈബർ സാങ്കേതിക രംഗത്തെ വിപുലമായ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സഹകരണം. കോഴിക്കോട് NITയും കേരള പോലീസ് സൈബർ ഡോമും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണങ്ങൾ കുറ്റമറ്റതാക്കാൻ ആവശ്യമായ പരിശീലനങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സഹകരണം. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് NITയിൽ സ്ഥാപിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദേശീയതല കേന്ദ്രവുമായി കേരള പോലീസ് സഹകരിക്കും. NITയിലെ വിദഗ്ധരായ അധ്യാപകരുടെ പിന്തുണ കേരള പോലീസിന്റെ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പരിശീലന പരിപാടികൾക്കും അന്വേഷണ സാങ്കേതിക വികസനത്തിനും സഹായകമാകും. ഡിജിറ്റൽ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിലെ സാങ്കേതിക വിദഗ്ധരുടെയും സൈബർ പ്രൊഫഷണലുകളുടെയും ലഭ്യതയും ഉറപ്പാക്കും. കേരള പോലീസ് NIT കാലിക്കറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന നാഷണൽ ലെവലിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ AI COE എന്ന മെഗാ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ, ക്രൈം ഡാറ്റ, ട്രാഫിക് ഡാറ്റ ഇത് NITക്ക് പ്രോജക്റ്റ് പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ് കേരള പോലീസുമായിട്ട് NIT കാലിക്കറ്റ് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ എൻട്രി, ഓപ്പറേഷൻസ്, കമ്പ്യൂട്ടറുകളുടെയും മറ്റു ഉപകരണങ്ങളുടെയും പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം എന്നിവ സൈബർ ഡോമിനായിരിക്കും. സൈബർ സുരക്ഷ, വിവരസുരക്ഷ, സൈബർ ഫോറൻസിക്സ്, ഡാറ്റ അനാലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ NIT വിദഗ്ധർ പോലീസിനെയും സഹായിക്കും. നമുക്കിവിടെ ഒരു വളരെ നല്ലൊരു ടീമുണ്ട്, ഒരു ഫാക്കൽറ്റി ടീമുണ്ട് ഈ സൈബർ ഫോറൻസിക്കിലും സെക്യൂരിറ്റിയിലും വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരുടെ ഹെൽപ്പോടെ നമുക്ക് പോലീസിനെ നല്ലൊരു രീതിക്ക് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിൻ്റെ പൊട്ടൻഷ്യലും ഫാക്കൽറ്റിയുടെ എക്സ്പെർട്ടൈസും കൂടി ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഈ പോലീസിൻ്റെ കേരള പോലീസിൽ കൂടെ വരുന്ന ക്രൈമിൻ്റെ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനും അതിലെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കാനും ഒക്കെ നമുക്ക് കേരള പോലീസിനെ വളരെ വലിയ രീതിയിൽ സഹായിക്കാൻ പറ്റും. സൈബർ ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ജനറൽ H. വെങ്കടേഷ്, കോഴിക്കോട് NIT സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് ഓട്ടോമേഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ SD. മധുകുമാർ എന്നിവരായിരിക്കും നോഡൽ ഓഫീസർമാർ. ജനം, കോഴിക്കോട്.